ബിജെപിയുടെ പുതിയ ഭാരവാഹി പട്ടികയ്ക്കെതിരെ സുരേന്ദ്രപക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകും. മാനദണ്ഡങ്ങൾ പാലിച്ചല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. വനിതാ സംവരണം പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ജനറൽ സെക്രട്ടറിമാരിൽ SC വിഭാഗത്തിൽപ്പെട്ടയാളെ ഉൾപ്പെടുത്തിയില്ലെന്നും പരാതി വരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് നമുക്കൊപ്പം. പ്രസാദെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ പട്ടിക പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് ഒന്നായിരുന്നു സുരേന്ദ്രപക്ഷത്തെയും മുരളീധര പക്ഷത്തെയും അപ്പാടെ വെട്ടിക്കൊണ്ടുള്ള, അപ്പാടെ അവഗണിച്ചുകൊണ്ടുള്ള പുതിയൊരു ടീമിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇപ്പോൾ പട്ടിക പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കാൻ സുരേന്ദ്രപക്ഷം തീരുമാനിക്കുന്നു. വിവരങ്ങൾ നൽകാം പ്രസാദ്. ഒപ്പം അമിത്ഷാ കൂടി തലസ്ഥാനത്തുള്ള ഒരു സാഹചര്യം കൂടിയാണ്. സിദ്ധലക്ഷ്മി, വലിയ അതൃപ്തി സുരേന്ദ്ര മുരളീധര പക്ഷത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവരെ വെട്ടിനിർത്തി എന്നത് കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തി എന്നുള്ള രീതിയിലുള്ള പരാതി നൽകുന്നത് ശരിയാവില്ല, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നൊരു വിലയിരുത്തൽ. എന്നാൽ ഈ വിഷയം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും വേണം. അങ്ങനെയാണ് ഇതിനകത്ത് ഈ ഭാരവാഹി പട്ടികയിൽ ഒരു തരത്തിലും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പരാതി നൽകാൻ സുരേന്ദ്രപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അത് ദേശീയ പ്രസിഡന്റിന് തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകും. അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് വനിതകൾക്ക് കഴിഞ്ഞ കമ്മിറ്റിയിലെല്ലാം തന്നെ 5 പേർ വനിതകളായി ഇവരുടെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്ന പട്ടികയിൽ 5 പേരുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 4 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകളെ ശരിക്കും ഉൾപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റുമാരിൽ കഴിഞ്ഞ തവണ 3 പേരുണ്ടായിരുന്നു. ഇത്തവണ ഒരാൾ മാത്രമാണ്, മുൻ DIG ആയിട്ടുള്ള R ശ്രീലേഖ മാത്രമാണ് വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നത്. കഴിഞ്ഞ കമ്മിറ്റിയിൽ VT രമ, ശോഭ, പ്രമീള ദേവി എന്നിവരെല്ലാം തന്നെ വൈസ് പ്രസിഡന്റുമാരായിരുന്നു. അതോടൊപ്പം തന്നെ രേണു സുരേഷ്, രാജീവ് പ്രസാദ് സെക്രട്ടറിമാർ. സെക്രട്ടറിമാരിൽ ഇത്തവണയും 2 പേരുണ്ട്. രേണു സുരേഷും മറ്റൊന്ന് തിരുവനന്തപുരത്തുനിന്നുള്ള അഞ്ജനയുമാണ് ഉള്ളത്. എന്നാൽ വൈസ് പ്രസിഡന്റുമാരിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സുരേന്ദ്രപക്ഷം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ പരാതി എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിമാരിൽ, സാധാരണഗതിയിൽ ജനറൽ സെക്രട്ടറിമാരിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാതിനിധ്യം നൽകാറുണ്ട്. സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരെയും ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഗണന നൽകാറുണ്ട്. പക്ഷെ അത് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. SC വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും ജനറൽ സെക്രട്ടറിമാരായി വരണം എന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശമുണ്ടായിരുന്നത്. അത് പരിഗണിക്കാതെയാണ് ഈ ഭാരവാഹി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുക. കേന്ദ്ര നേതൃത്വത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഈ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉള്ള പോരായ്മകൾ, വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതെല്ലാം വളരെ വിദൂര സാധ്യത മാത്രമാണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഇതിനകത്തുള്ള ഇത്തരത്തിലുള്ള ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും കേന്ദ്ര നേതൃത്വത്തിന് ഇവർ പരാതി നൽകുക. അങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അഴിച്ചുപണിയുടെ സാധ്യതയെങ്കിലും കാണുക. പക്ഷേ അത് വളരെ വിരളമാണ് എന്ന് പറയുന്നു. എന്തായാലും സുരേന്ദ്ര മുരളീധര പക്ഷം കടുത്ത അതൃപ്തിയിൽ തന്നെയാണുള്ളത്. അഴിച്ചുപണിക്കുള്ള സാധ്യത വളരെ വിരളമാണെന്നല്ലേ? തീർച്ചയായും. കാരണം ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടി ഇറങ്ങുന്ന ഒരു ഭാരവാഹി പട്ടികയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കാണിക്കേണ്ടത്, അതായത് ഇത്തരം കാര്യങ്ങളായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. അത് പരിഗണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വനിതാ സംവരണം, കൂടുതൽ ആളുകളെ, ഇപ്പോൾ 4 പേർ മാത്രമാണ് സംസ്ഥാന ഭാരവാഹികളിൽ, വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ സെക്രട്ടറിമാരും വന്നതിൽ 4 പേർ മാത്രമാണുള്ളത്. കഴിഞ്ഞ കമ്മിറ്റിയിൽ അത് 5 പേരുണ്ടായിരുന്നു. 3 വൈസ് പ്രസിഡന്റുമാർ തന്നെ വനിതകളായി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരാൾ മാത്രമാണ് വനിതയായി ഉണ്ടായിട്ടുള്ളത്. അത് മുൻ DIG ഇന്നലെയാണ് BJPയുടെ പുതിയ ഭാരവാഹി പട്ടിക വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തിറങ്ങുന്നത്. ഈ പട്ടിക പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ വലിയ ആക്ഷേപങ്ങളും കാര്യങ്ങളും, പിന്നീട് നമ്മൾ വൈകുന്നേരത്തോടു കൂടി പല നേതാക്കളുടെയും ഇറങ്ങിപ്പോക്കും ഒക്കെ ചർച്ചയിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ നമ്മളോട് പ്രതികരിച്ച നേതാക്കളൊക്കെ, ഇപ്പോൾ MD രമേശ് ആവട്ടെ, ശോഭാ സുരേന്ദ്രൻ ആകട്ടെ, ഈ ഷോൺ ജോർജ് ആകട്ടെ, എല്ലാവരും പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞ അവരുടെ പ്രതികരണമൊക്കെ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് BJPക്കുള്ളിൽ നടക്കുന്ന നീക്കങ്ങൾ അനുസരിച്ച് സുരേന്ദ്രപക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പല മാനദണ്ഡങ്ങളും പാലിച്ചല്ല ഈ ഒരു പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അമിത്ഷാ നാട്ടിലുള്ളൊരു സമയം കൂടിയാണ്. BJPയുടെ സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഒരു വേളയിൽ കൂടിയാണ് പാർട്ടിക്കുള്ളിൽ ഈ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറിയിലേക്ക് പോലും വഴിവെക്കാവുന്ന ചർച്ചകളും ഒക്കെ നടക്കുന്നത് എന്നുള്ളത്.